ഒരിക്കലും പ്രായമാകാതെ എക്കാലവും സൗന്ദര്യത്തോടെ നിലനിന്നിരുന്നു എന്ന് പറയുന്ന നിത്യയൗവനത്തിൻ്റെ പ്രതീകങ്ങളായ രണ്ടുപേരാണ് ഹിന്ദു പുരാണങ്ങളിലെ അശ്വിനി ദേവന്മാർ. ഒരിക്കലും മുഖത്ത് ഒരു ചുളിവുകൾ പോലുമില്ലാതെ മുഖം ദിവ്യശോഭയാൽ പ്രകാശിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഋഗ്വേദത്തിലാണ് ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും കൊല്ലങ്ങൾക്ക് മുൻപേ പോലും ഇത്തരത്തിലുള്ള സാങ്കല്പിക കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് നിത്യയൗവനമൊന്നും സാധ്യമല്ല എങ്കിലും 50കളിലും 30കളിലെ പോലെ ഇരിക്കാനും 40കളിലും 20കളിലെ പോലെ ആകാനുമൊക്കെ നമുക്ക് പറ്റും, കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫൈൻ ലൈൻസും റിങ്കിൾസും ഏജിങ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ സഹായിക്കുന്ന, നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന, അധിക ചിലവുകളൊന്നുമില്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു ആൻറ്റി ഏജിങ് ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ പുറത്തേക്കൊന്ന് പോവാണ്, തലമുടിയൊക്കെ നരച്ചിരിക്കുന്നു, മുഖത്ത് ഒന്നും ചെയ്തിട്ടില്ല, ഒരു പൗഡർ പോലും ഇട്ടിട്ടില്ല, മുടിയൊക്കെ എങ്ങനെയൊക്കെയോ വാരിക്കെട്ടി വെച്ചിരിക്കുന്നു, ഒരു ഡള്ളായിട്ടുള്ള സാരിയും അതിന് ഒട്ടുമേ ചേരാത്ത ഒരു ബ്ലൗസുമൊക്കെ ഇട്ട് നിങ്ങൾ ഈ തരത്തിൽ പുറത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ള പ്രായത്തേക്കാൾ ഇരട്ടി പ്രായം തോന്നിക്കും. തമിഴിലൊരു ചൊല്ലുണ്ട്, ആള് പാതി ആടെ പാതി എന്ന് പറയും. നമ്മുടെ വസ്ത്രധാരണവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് കരുതി വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കണമെന്നുള്ളതല്ല. വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ നല്ല രീതിയിൽ നോക്കുന്നതും ഒരു തെറാപ്പി പോലെയാണ്. നല്ല സാരി ഉടുക്കുക, അതിന് യോജിക്കുന്ന ബ്ലൗസ് ധരിക്കുക, മുടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറുപ്പിക്കുക, കണ്ണെഴുതുക, പൊട്ടുതൊടുക, ഇങ്ങനെ നല്ല രീതിയിൽ നമ്മളെ കൊണ്ടു നടക്കുക എന്നുള്ളതും ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. ഇനി ഇതൊന്നും ചെയ്യാതെ പ്രായമായില്ലേ, ഇനി എന്തിനാണ് നന്നായി നടന്നിട്ട്, അല്ലെങ്കിൽ തന്നെ ഈ പ്രായത്തിലൊക്കെ ഒരുങ്ങി നടന്നാൽ ആളുകൾ എന്ത് പറയും എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് എങ്കിൽ അവിടെ മുതൽ നിങ്ങൾ വയസ്സായി തുടങ്ങും. 40 വയസ്സിൽ നിങ്ങൾക്ക് 50 വയസ്സ് തോന്നും, 50 വയസ്സിൽ നിങ്ങൾക്ക് 70 വയസ്സ് തോന്നും. നിങ്ങൾ അകാല വാർദ്ധക്യത്തിലേക്ക് പോകും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് കരുതി നിങ്ങൾ പലതും മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നല്ല സമയങ്ങളായിരിക്കും. ഒരിക്കലും അതൊന്നും തിരിച്ചു കിട്ടുകയുമില്ല. അപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ അതൊക്കെ ചെയ്തോട്ടെന്നേ, അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമേ ആകരുത്. നമ്മൾ ഒന്നും ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ സന്തോഷം സൃഷ്ടിക്കേണ്ടത് ആത്യന്തികമായി നമ്മൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സുന്ദരികളായിട്ടിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക, സെൽഫ് കെയറും കാര്യങ്ങളുമൊക്കെ ചെയ്യുക. അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ സുന്ദരികളാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ സുന്ദരികളായിട്ടിരിക്കാൻ സഹായിക്കുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആൻറ്റി ഏജിങ് ക്രീമാണ് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമ്മൾ 500-600 രൂപയൊക്കെ കൊടുത്ത് പുറത്ത് കടയിൽ നിന്ന് വാങ്ങുന്ന ആൻറ്റി ഏജിങ് ക്രീമുകളുടെ അതേ ഗുണമുള്ള ഒരു ക്രീം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിച്ചാൽ അത് നല്ലതല്ലേ? അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് മാത്രം വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ആൻറ്റി ഏജിങ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ആൻറ്റി ഏജിങ് ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബദാമാണ്. ഇതുപോലെ 1 കപ്പ് ബദാം എടുത്ത് വെള്ളമൊഴിച്ച് ഒരു ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. പിറ്റേന്ന് ദേ ഇതുപോലെ ഇരിക്കും. എത്ര ഭംഗിയുള്ളൊരു സീഡാണ്. പ്രകൃതിയിലെ ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ ഒരു മനോഹാരിതയുണ്ട് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെയെല്ലാം സ്കിന്നൊന്ന് പീൽ ചെയ്യണം. ദേ കണ്ടില്ലേ, ബ്രൗൺ കുപ്പായങ്ങൾക്ക് പകരം ഇപ്പോൾ ഇവർ ശുഭ്രവസ്ത്രധാരികളായിരിക്കുന്നു. ഇതുപോലെ ബദാം എല്ലാ ദിവസവും രാവിലെ ഒരു 8-10 എണ്ണം കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് കേട്ടോ. ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഉള്ളിൽ കഴിക്കുന്നതും പുറമെ പുരട്ടുന്നതുമെല്ലാം വളരെയധികം നല്ലതാണ്. ഇനി അടുത്തത് ഇവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് അരഞ്ഞു കിട്ടും, നല്ല പേസ്റ്റ് പോലെ. ഇത്തിരിയേറെ റോസ് വാട്ടർ ചേർത്ത് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ലാത്ത വിധം നല്ലവണ്ണം അരിച്ചെടുക്കണം.
അപ്പോൾ കണ്ടോ, ഇതുപോലെ പാല് പോലെ നമുക്ക് കിട്ടും. ബദാമിൽ ആൻറ്റി ഓക്സിഡൻസുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ മുഖത്തെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഈ ആൽമണ്ട് മിൽക്ക് നല്ലതുപോലെ ഒരു പാനിൽ വെച്ച് ചൂടാക്കിയെടുക്കണം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചൂടാക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇവിടെ വെച്ചിട്ട് വേറെങ്ങും പോകാൻ പാടില്ല കേട്ടോ, അടുക്കി പിടിക്കും. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ഇത് വരും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ബദാം പേസ്റ്റ് ഈ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1 ടീസ്പൂൺ അലോവേറ ജെൽ നമുക്ക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്യാം. 3 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഒരു 4-5 ഡ്രോപ്സ് ഫ്രാങ്കിൻസെൻസ് ഓയിലും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ അലോവേറ ജെല്ലും ഗ്ലിസറിനും വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഫ്രാങ്കിൻസെൻസ് ഓയിലും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് നല്ലൊരു ആൻറ്റി ഏജിങ് ക്രീം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ റിങ്കിൾസും ഫൈൻ ലൈൻസും എല്ലാം നല്ലതുപോലെ കുറച്ച് സ്കിൻ നല്ല യൂത്ത്ഫുള്ളാകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണിത്. ഇത് നിങ്ങൾ നൈറ്റ് ടൈമിലാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ക്രീം ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ നമ്മുടെ ആൻറ്റി ഏജിങ് ക്രീം? ഇത് നമുക്ക് എല്ലാ ദിവസവും നൈറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു മോയ്സ്ചറൈസറിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്നതാണ്. അധിക ചിലവുകളോ കാര്യങ്ങളോ ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഓൾ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. യാതൊരു കെമിക്കലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ മുഖത്ത് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.